പ്രൈസ് ദ ലോർഡ്. ദൈവത്തിൻ്റെ അതിവിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇന്ന് നമ്മുടെ ചിന്തയ്ക്കായിട്ട് 1 തെസ്സലോനിയർ 4:3 നമുക്ക് വായിക്കാം. ദൈവത്തിൻ്റെ ഇഷ്ടമോ നിങ്ങളുടെ ശുദ്ധീകരണം തന്നെ. ദൈവത്തിൻ്റെ ഇഷ്ടമോ നിങ്ങളുടെ ശുദ്ധീകരണം തന്നെ. ശുദ്ധീകരണം കൂടാതെ ആരും ദൈവത്തെ കാണത്തില്ല. ദൈവത്തിൻ്റെ ഇഷ്ടം നമ്മൾ ശുദ്ധീകരിക്കപ്പെടുക എന്നുള്ളതാണ്. എന്താവുന്നു ശുദ്ധീകരണം? എങ്ങനെ നമുക്ക് ശുദ്ധീകരണമായ ഒരു വിശുദ്ധ ജീവിതം നയിപ്പാൻ സാധിക്കും? നമുക്കറിയാം, നമ്മളെല്ലാവരും ജന്മന ആദാമ പാവത്താൽ നമ്മൾ ജനിച്ചവരാണ്. പാവം എന്ന ഒരു ജഡത്തിൻ്റെ ഒരു സ്വഭാവം നമ്മൾ ഓരോരുത്തരിലുമുണ്ട്. എന്നാൽ ഈ ജഡീകമായിരിക്കുന്ന സ്വഭാവമുള്ളിടത്തുള്ള ഒരു വ്യക്തിക്ക് ദൈവം വിശുദ്ധനായിരിക്കാൽ ആ വിശുദ്ധനായ ദൈവത്തിൻ്റെ അടുക്കിലേക്ക് ചെല്ലുവാനായിട്ട് സാധിക്കത്തില്ല. അതാണ് 1 പത്രോസ് 1:16 പറയുന്നത്, ഞാൻ വിശുദ്ധനായിരിക്കാൽ നിങ്ങളും വിശുദ്ധരായിരിപ്പിന്. ശുദ്ധീകരണം കൂടാതെ ആരും ദൈവത്തെ കാണത്തില്ല. ദൈവത്തിൻ്റെ ഇഷ്ടം നമ്മുടെ ശുദ്ധീകരണം തന്നെയാണ്. അപ്പോൾ ദൈവത്തിൻ്റെ ഇഷ്ടം ശുദ്ധീകരണമാണ്. എങ്ങനെ നമുക്ക് ശുദ്ധിയുള്ളവരായിട്ട് ഈ ഭൂമിയിലായിരിക്കാം? ദൈവം നമ്മളോട് പറയുകയാണ് എങ്ങനെ നമുക്ക് ശുദ്ധിയുള്ളവരായിട്ട് ആയിരിക്കാം എന്നുള്ളത്. കർത്താവായ യേശുക്രിസ്തു യോഹന്നാന്റെ സുവിശേഷം 15-ാം അധ്യായത്തിൻ്റെ 3-ാം വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു, ഞാൻ നിങ്ങളോട് സംസാരിച്ച വചനങ്ങൾ നിമിത്തം നിങ്ങളിപ്പോൾ ശുദ്ധിയുള്ളവരായിരിക്കുന്നു. അപ്പോൾ യേശുക്രിസ്തുവിൻ്റെ വചനമാണ് ഒരു വ്യക്തിയെ ശുദ്ധിയുള്ളതാക്കി തീർക്കുന്നത്. അപ്പോൾ യേശുക്രിസ്തു ആരാവും നമ്മൾ ആദ്യം മനസ്സിലാക്കിയിരിക്കണം. അപ്പോൾ യേശുക്രിസ്തു യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യം എന്നതിൽ ഇങ്ങനെ പറയുകയാണ്, ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടിയായിരുന്നു, വചനം ദൈവമായിരുന്നു. അപ്പോൾ ദൈവമായിരിക്കുന്ന ആ വചനം നമ്മൾ ഓരോരുത്തരുടെയും ജീവിതത്തിലേക്ക് അതനുസരിച്ച് ജീവിക്കുമ്പോഴാണ് നമ്മൾ ശുദ്ധിയുള്ളവരായിട്ട് തീരുന്നത്. അതിന് കാരണം ഞാൻ എൻ്റെ ജീവിതത്തിൽ കർത്താവായ യേശു ക്രിസ്തുവിനെ ഈ ശുദ്ധീകരണത്തെ പറ്റി പറയുവാനുള്ള കാരണമുണ്ട്. എൻ്റെ ജീവിതത്തിലൊരു അനുഭവം ഉണ്ടായി. അതായത് ഇന്ന് 2005 ദൈവത്തിൻ്റെ ആത്മാവ് എനിക്കൊരു ദർശനം തന്നു. അത് ഞാൻ അന്നത്തെ പോലെ തന്നെ ഓർക്കുകയാണ്. അതായത് ഞാൻ നാട്ടിലായിരിക്കുന്ന സമയത്ത് എൻ്റെ വീട്ടിൽ എൻ്റെ റൂമിൽ ഞാൻ ഒറ്റയ്ക്ക് ഇങ്ങനെ ആയിരിക്കുകയാണ്. അപ്പോൾ ഞാൻ ദൈവത്തോട് അന്ന് കിടക്കുന്നതിന് മുമ്പ് ഒത്തിരി പരാതികളൊക്കെ ദൈവത്തോട് പറഞ്ഞു. ദൈവമേ, ഞാൻ ആയിരുന്നത് യാക്കോബായ സഭയിലാണ്. ആ സഭയിൽ അന്നത്തെ വിശ്വാസമനുസരിച്ച് ദൈവത്തിന് വേണ്ടി തീക്ഷ്ണമായിട്ട് നിന്നൊരു വ്യക്തിയായിരുന്നു. എന്നാൽ ഒത്തിരി പ്രശ്നങ്ങളും പ്രതിസന്ധികളും പ്രയാസങ്ങളും എന്നെ നീ കടന്നു വന്നപ്പോൾ ഞാൻ ദൈവസന്നിധിയിൽ കരഞ്ഞ് ദൈവത്തോട് പറഞ്ഞു, ദൈവമേ, എങ്കിലും ഞാൻ ഇത്രയൊക്കെ നിനക്ക് വേണ്ടി ശുഷ്കാന്തിയോട് നിന്നിട്ടും എൻ്റെ ജീവിതത്തിൽ എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിച്ചു? ഇതിലും ഭേദം ഞാൻ മരിക്കുന്നതാണെന്ന് ഞാൻ എൻ്റെ മനസ്സിൽ ഇങ്ങനെ ചിന്തിക്കുകയാണ്. മരിക്കുവാനായിട്ട് ഞാൻ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് അന്ന് രാത്രി ഞാൻ നടക്കുമ്പോൾ ഞാനൊരു സ്വപ്നം കാണുകയാണ്. ആ സ്വപ്നം എങ്ങനെയാണ്, ഞാൻ എൻ്റെ റൂമിൽ നിന്നും പുറത്തേക്ക് ജനല വഴി ഇറങ്ങിപ്പോവുകയാണ്. ഭയങ്കരമായ സ്പീഡിൽ ഞാൻ ഓടിപ്പോവുകയാണ്. അതായത് ഞാൻ പോകുന്നതായ വഴി ഞാൻ കാണുന്നുണ്ട്. ഇന്നത്തെ ഈ മോട്ടോർ വേ പോലെ ഭയങ്കര വിശാലമായിരിക്കുന്ന റോഡാണ്. ചുറ്റും മലകളുള്ളതായിരിക്കുന്ന ഒരു റോഡിലൂടെ ഞാൻ ശക്തമായ സ്പീഡിൽ അങ്ങോട്ട് ഓടിപ്പോവുകയാണ്. എൻ്റെ കാലിൻ്റെ അടിയിൽ നിന്നും സ്ഥലം അങ്ങനെ മാറിപ്പോകുന്നതായിട്ട് എനിക്ക് അറിയുവാനായിട്ട് സാധിക്കുന്നു. അപ്പോൾ അങ്ങനെ അത്രയ്ക്ക് സ്പീഡിൽ ഞാൻ ഓടുന്നതായിരിക്കുന്ന സമയത്ത് കുറച്ചങ്ങോട്ട് ചെന്ന് കഴിഞ്ഞപ്പോൾ കുറച്ച് ആളുകളെ പോലെ തോന്നിക്കുന്ന എൻ്റെ എതിരായിട്ട് വരുന്ന എനിക്ക് കാണുകയാണ്. അപ്പോൾ ഒരു ഏകദേശം 1.5 മീറ്റർ അകലെ വന്നപ്പോൾ തന്നെ അത് ആളുകളല്ല, എന്തോ ഒരു ദുരാത്മാക്കളാണെന്ന് അല്ലെങ്കിൽ പോലെ എനിക്ക്, അതായത് അവർ തലയൊക്കെ ഇങ്ങനെ ടേൺ ചെയ്യുന്ന പോലെ എനിക്ക് തോന്നുകയാണ്. അപ്പോൾ ഞാൻ യേശുവിൻ്റെ നാമത്തിൽ മാറിപ്പോട്ടെ എന്ന് ഞാൻ അവിടെ കിടന്നുകൊണ്ട് ആ സ്വപ്നത്തിൽ തന്നെ അങ്ങനെ പറയുവാനായിട്ടിടയായി. അപ്പോൾ അവരങ്ങോട്ട് മാറിപ്പോയി. വീണ്ടും ഞാൻ ഇങ്ങനെ പോവുകയാണ്. ഞാനിങ്ങനെ പോയി വളരെ ദൂരമായി വളരെ ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഐ ഡോണ്ട് നോ ഹൗ ടു എക്സ്പ്ലെയിൻ, ഞാൻ ഭയങ്കരമായിരിക്കുന്ന ഒരു ഭീകരമായിരിക്കുന്ന ഒരു അവസ്ഥയിലായിത്തീർന്നു. എന്തുകൊണ്ടെന്നാൽ ഞാൻ ആളുകൾ കരയുന്നതും പല്ലിനരിക്കുന്നതുമായ സൗണ്ട് എൻ്റെ ചെവിയിൽ കേൾക്കുകയാണ്. അപ്പോൾ ഞാൻ പേടിച്ച് വിറച്ച് അതിനു മുമ്പും അതിന് ശേഷവും ഞാൻ ഇങ്ങനൊരു അവസ്ഥ, ആ ഭയങ്കരമായിരിക്കുന്ന ഒരു അവസ്ഥ ഞാൻ കണ്ടിട്ടില്ല. അപ്പോൾ അങ്ങനെ പേടിച്ച് വിറച്ച് നിൽക്കുമ്പോൾ എന്നോട് ആരോ പറയുകയാണ്, ഇന്ന് നീ മരിച്ചാൽ നീ ഇവിടെ ആയിരിക്കും എന്ന് ആരോ എന്നോട് പറയുന്നതായിട്ട് ഞാൻ കേൾക്കുകയാണ്. പെട്ടെന്ന് തന്നെ ഞാൻ പറഞ്ഞു, എനിക്കിവിടെ വേണ്ട എന്ന് പറഞ്ഞ് ഭയങ്കരമായ രീതിയിൽ ഒച്ച എടുത്തു കാറി. പെട്ടെന്ന് തന്നെ എൻ്റെ അപ്പുറത്ത് മുറിയിലുണ്ടായിരുന്ന എൻ്റെ അപ്പച്ചൻ ചാടി എഴുന്നേറ്റ് എൻ്റെ ഒച്ച കേട്ടുകൊണ്ട് എൻ്റെ മുറിയിലേക്ക് വന്നപ്പോൾ പെട്ടെന്ന് എനിക്ക് മനസ്സിലായി ഞാൻ സ്വപ്നം കാണുകയാണ്. പെട്ടെന്ന് ഞാൻ പറഞ്ഞു, ഓക്കെ, ഞാൻ സ്വപ്നം കണ്ടതാണെന്ന് പറഞ്ഞു. ഞാനിത് വളരെ നേരം വെളുത്ത് ഞാൻ എഴുന്നേറ്റ് ഇതിനെപ്പറ്റി ചിന്തിച്ചു. എൻ്റെ ഏറ്റവും അടുത്ത 1-2 സുഹൃത്തുക്കളോട് പറഞ്ഞു എങ്കിൽ തന്നെ ഞാനിതിന് വലിയ കാര്യമായിട്ട് എടുത്തില്ല. സാധാരണ ഒത്തിരി സ്വപ്നങ്ങൾ കാണുന്നതാണ്, അതുപോലെ സ്വപ്നങ്ങളായിരിക്കും എന്ന് വിചാരിച്ച് ഞാനിതിന് വലിയ കാര്യമായിട്ട് എടുത്തില്ല. എന്നാൽ അത് കഴിഞ്ഞ ശേഷം ഞാൻ ഇംഗ്ലണ്ട് ദേശത്ത് 2008 ഒക്ടോബർ മാസത്തിൽ ഞാൻ എൻ്റെ വീട്ടിൽ ഒറ്റയ്ക്കായിരിക്കുന്ന സമയത്ത് ഞാൻ ഈ 3 വർഷം ആയി, 2005 മുതൽ 2008 വരെയുള്ള കാലഘട്ടത്തിൽ ഞാൻ ഇതിനെപ്പറ്റി ചിന്തിച്ചിട്ടോ ഇതിനെപ്പറ്റി ഓർക്കിട്ടോ ഒന്നുമില്ല. എന്നാൽ അന്ന് ഒരു ദിവസം രാത്രി ഞാൻ കിടക്കുമ്പോൾ
ഞാൻ എൻ്റെ ഒരു സുഹൃത്തായിരിക്കുന്ന ബിജു എന്ന് പറയുന്ന വ്യക്തി എൻ്റെ മുമ്പിലുണ്ട്. ആ വ്യക്തിയോട് ഞാൻ ഇന്ന് ഇച്ചിരി മുമ്പ് ഞാൻ 2005 കണ്ട ആ സ്വപ്നം അതുപോലെ തന്നെ അവനോട് പറയുകയാണ്. എന്നിട്ട് ഞാൻ അവനോട് പറഞ്ഞു കഴിഞ്ഞിട്ട് അവനോട് പറയുകയാണ്, സ്വപ്നത്തിൽ തന്നെ ഇങ്ങനെ പറയുകയാണ്, യോഹന്നാന്റെ സുവിശേഷം 15-ാം അധ്യായത്തിൻ്റെ 3-ാം വാക്യം, ഞാൻ നിങ്ങളോട് സംസാരിച്ച വചനങ്ങൾ നിമിത്തം നിങ്ങളിപ്പോൾ ശുദ്ധിയുള്ളവരായിരിക്കുന്നു, ശുദ്ധീകരണം കൂടാതെ ആരും ദൈവത്തെ കാണത്തില്ല എന്ന് ഞാൻ അവനോട് പറയുകയാണ്. അത് കഴിഞ്ഞിട്ട് ഞാൻ വീണ്ടും ദൈവത്തിൻ്റെ വചനം എടുത്ത് അവനോട് പറയുകയാണ്, 1 കൊരിന്ത്യർ ലേഖനം 15-ാം അധ്യായത്തിൻ്റെ 56-ാമത്തെ വാക്യം ഞാൻ അവനോട് ആ വാക്യം വ്യക്തമായിട്ട് പറയുകയാണ്. എങ്ങനെയാണ് ഈ ദ്രവത്വമായത് അദ്രവത്തെയും ഈ മർത്യമായത് അമർത്യത്തെയും മരണം നീങ്ങി ജയം വന്നിരിക്കുന്ന തിരുവെഴുത്ത് ഒരിക്കൽ നിവൃത്തിയാവുന്നത് ഒരു മരിക്കുമ്പോഴല്ല, അവൻ ക്രിസ്തുവിനെ ധരിക്കുമ്പോഴാണ് എന്ന് ഞാൻ അവനോട് പറയാണ്. എന്നിട്ട് ഞാൻ അവനോട് പറയുകയാണ്, നീ ഇങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ നീ എവിടെ ചെല്ലുമെന്ന് എനിക്കറിയാം, ഞാൻ ആ അവസ്ഥ കണ്ടതാണ്. അതുകൊണ്ട് നീ കർത്താവ് യേശു ക്രിസ്തു വിശ്വസിച്ച് ദൈവത്തിൻ്റെ വചനപ്രകാരം ശുദ്ധമായ ഒരു ജീവിതം നയിക്കണമെന്ന് ഞാൻ ആ സ്വപ്നത്തിൽ അവനോട് പറയുകയാണ്. അത് ഞാൻ പെട്ടെന്ന് നേരം എടുത്തു കഴിഞ്ഞപ്പോൾ എന്താണ് ഞാൻ ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ പിറ്റേ ദിവസവും ഇതുപോലെ തന്നെ ഒരു അവസ്ഥ എൻ്റെ ജീവിതത്തിൽ ഉണ്ടാവണം. ഞാൻ എൻ്റെ ഒരു സുഹൃത്തായിരിക്കുന്ന എൻ്റെ കൂട്ടുകാരൻ ഷൈബി എൻ്റെ മുമ്പിലിരിക്കുന്നുണ്ട്. ഞാൻ ഈ 2005 കണ്ട ആ സ്വപ്നം അവനോട് പറയുകയാണ്. അതിനുശേഷം ഇതേ വചനങ്ങൾ യോഹന്നാന്റെ സുവിശേഷം 15-ാം അധ്യായത്തിൻ്റെ 3-ാം വാക്യം, ഞാൻ നിങ്ങളോട് സംസാരിച്ച വചനങ്ങൾ നിമിത്തം നിങ്ങളോട് ശുദ്ധിയുള്ളതായിരുന്നു, ശുദ്ധീകരണം. അത് കഴിഞ്ഞിട്ട് വീണ്ടും പറയുകയാണ് 1 കൊരിന്ത്യർ 15-ാം അധ്യായത്തിൻ്റെ 56-ാമത്തെ വാക്യം, ഈ ദ്രവത്വമായത് അദ്രവത്തെയും ഈ മർത്യമായത് അമർത്യയും ധരിച്ച് മരണം നീങ്ങുന്ന തിരുവെഴുത്ത് നിവൃത്തിയാവുന്നത് ഒരു മരിക്കുമ്പോഴല്ല, അവൻ ക്രിസ്തുവിനെ ധരിക്കുമ്പോഴാണ്. അതുകൊണ്ട് യേശു ക്രിസ്തുവിനെ സ്വന്തരാഷ്ട്രമായി വെച്ച് നിന്റെ ജീവിതത്തെ അവസ്ഥയിൽ നിന്ന് വ്യത്യാസം വരുത്തിയാൽ മാത്രമേ, അല്ലെങ്കിൽ നീ എവിടെ പോയിരിക്കുന്ന അവസ്ഥ, ആ ഭയങ്കരമായിരിക്കുന്ന അവസ്ഥ ഞാൻ കണ്ടതാണ്, അവിടെ പോകാൻ ഞാൻ ഒരു വ്യക്തി പോലും ആഗ്രഹിക്കുന്നില്ല എന്ന് ഞാൻ അവനോട് പറയും. അപ്പം ഞാൻ ഒരു കാര്യം തന്നെ ഞാനിതിങ്ങനെ നിങ്ങളോട് എടുത്തു പറയാനുള്ള കാരണം, ഒരു കാര്യം തന്നെ ഒരു ദർശനം തന്നെ 3 പ്രാവശ്യം ദൈവത്തിൻ്റെ ആത്മാവിനെ കാണിച്ചു തന്നു. അത് ഞാൻ അന്നും കണ്ടത് ഇന്നും അതുപോലെ തന്നെ ഓർക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഈ ശുദ്ധീകരണത്തെ പറ്റി കൂടുതലായിട്ട് സംസാരിക്കുന്നത്. ശുദ്ധീകരണം, ദൈവം പറയുകയാണ്, ശുദ്ധീകരണം കൂടാതെ ആർക്കും ദൈവസന്നിധിയിൽ കഴിവാനായിട്ട് സാധിക്കും. കാരണം ദൈവം അങ്ങനെ പറയുവാനുള്ള കാരണം, ദൈവം ഏത് കൊടും പാവിയോടും ക്ഷമിക്കും. അവൻ്റെ പാവങ്ങൾ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കുകയാണെങ്കിൽ ആ പാവിയോട് ക്ഷമിക്കും. എന്നാൽ ദൈവത്തെ സ്നേഹിക്കുന്ന, ദൈവത്തിൻ്റെ ജീവിതത്തിൽ നയിക്കുന്ന, ദൈവത്തോടു കൂടി ആയിരിക്കുന്ന വ്യക്തി ശുദ്ധീകരണമുള്ളവരായിരിക്കണം. അതായത് ദൈവത്തിൻ്റെ ഒരു അഖിലിതമായ ഒരു നിയമമാണ്. അതായത് ശുദ്ധീകരണം കൂടാതെ ആരും ദൈവത്തെ കാണത്തില്ല. കാരണം അത് പറയാൻ കാരണം പത്രോസിന്റെ ലേഖനത്തിൽ ഇങ്ങനെ പറയുന്നുണ്ട്, വ്യർത്ഥവും പിതൃപാരമ്പര്യവുമായ നിങ്ങളുടെ നടപ്പിൽ നിന്ന് നിങ്ങളെ വീണ്ടെടുത്തിരിക്കുന്നത് സ്വർണം വെള്ളി മുതലായ അഴിഞ്ഞു പോകുന്ന വസ്തുക്കളെ കൊണ്ടല്ല, ക്രിസ്തു എന്ന നിർദോഷവും നിഷ്കളങ്കവുമായ കുഞ്ഞാടിൻ്റെ വിലയേറിയ രക്തം കൊണ്ടത്രേ. അപ്പോൾ നമ്മുടെ വീണ്ടെടുപ്പിന് വേണ്ടി, നമ്മുടെ സ്വർഗീയമായിരിക്കുന്ന അവസ്ഥയ്ക്ക് വേണ്ടി പിതാവാം ദൈവം കൊടുത്തത് മറ്റ് സ്വർണം വെള്ളി മുതലായിരിക്കുന്ന മൂല്യമായ ഈ ലോകത്തിൽ അഴിഞ്ഞു പോകുന്ന വസ്തുക്കളല്ല, എന്നാൽ തൻ്റെ ഏകജാതനായ പുത്രൻ്റെ ചോരയാണ് മറുവിലായിട്ട് കൊടുത്തത്. അതുകൊണ്ട് ദൈവത്തിന് ആ ശുദ്ധീകരണത്തിൻ്റെ കാര്യത്തിൽ വളരെ കഷ്ടമാണ്. അതാണ് പൗലോസ് ഇങ്ങനെ പറയുന്നത്, ഗലാത്യർ എഴുതുന്നത്, ജഡത്തിൻ്റെ പ്രവൃത്തികളോ ദുർനടപ്പ്, അശുദ്ധി, ദുഷ്കാമം, അവിചാരം, പക, പിണക്കം, കോപം, ജാശങ്ക, ദ്വന്ദ്വപക്ഷം, അസൂയ, മദ്യപാനം, വെറിക്കൂത്ത് അല്ലെങ്കിൽ മുതലായ കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞിട്ട് എടുത്തു പറയുകയാണ്, ഈ വക പ്രവർത്തിക്കുന്നവർ സ്വർഗരാജ്യം അവകാശമാക്കുകയില്ല എന്ന് ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ വീണ്ടും നിങ്ങളോട് പറയുന്നു. അപ്പോൾ വീണ്ടും ദൈവത്തിൻ്റെ ആത്മാവ് 2 പ്രാവശ്യം എടുത്തവിടെ പറയുകയാണ്, ജഡികമായിരിക്കുന്ന ഒരു വ്യക്തിക്ക് സ്വർഗീയമായിരിക്കുന്ന ദൈവത്തോടു കൂടെ ആയിരിക്കാനായിട്ട് കാര്യമില്ല. കാരണം ദൈവം വിശുദ്ധനാണ്. ആ ദൈവം വിശുദ്ധനായിരിക്കുന്ന ദൈവം നമ്മുടെ ഇടയിലേക്ക് ഇറങ്ങിയെന്ന് ആ ദൈവത്തിൻ്റെ വചനം നമ്മളോട് എങ്ങനെ ഒരു മനുഷ്യന് സ്വന്തമായിട്ട് ആർക്കും വിശുദ്ധനായി തീരുവാൻ സാധിക്കത്തില്ല എന്ന് ദൈവത്തിന് അറിയാം. അതുകൊണ്ടാണ് ദൈവത്തിൻ്റെ ആത്മാവ് യേശുക്രിസ്തു ഈ ഭൂമിയിൽ മനുഷ്യനായിട്ട് ജീവിച്ചിരുന്നപ്പോൾ തൻ്റെ ശിഷ്യന്മാരോട് പറയുന്നതായിരിക്കുന്ന കാര്യമാണ്, ഞാൻ നിങ്ങളോട് സംസാരിച്ച ഈ വചനങ്ങൾ നിമിത്തം നിങ്ങളിപ്പോൾ ശുദ്ധിയുള്ളവരായിരിക്കുന്നു. അപ്പോൾ ഈ ശുദ്ധിയുള്ളവരെ സഹായിക്കുന്നത് ദൈവത്തിൻ്റെ വചനമാണ്. ആ ദൈവത്തിൻ്റെ വചനമനുസരിച്ച് ജീവിതത്തെ ക്രമപ്പെടുത്താത്ത, ദൈവത്തിൻ്റെ വചനമനുസരിച്ച് ജീവിക്കാത്ത ഒരു വ്യക്തിക്കും പിതാവായ ദൈവത്തിനോടുകൂടെ പുത്രനായ യേശു ക്രിസ്തുവിലുള്ള ഒരു വിശുദ്ധമായ അവസ്ഥയിലേക്ക് പ്രവേശിപ്പാനായിട്ട് സാധ്യമല്ല എന്ന് ദൈവത്തിൻ്റെ ആത്മാവ് അടിവരയിട്ട് പറയുകയാണ്. അതുകൊണ്ട് പ്രിയ സഹോദരങ്ങളെ, നമ്മുടെ ജീവിതത്തിൽ നമ്മൾ വിശുദ്ധനായിരിക്കുന്ന ദൈവത്തെ അശുദ്ധനായിരിക്കും നമ്മൾ ആരാധിക്കുമ്പോൾ നമ്മളൊരു പാപികളാണ്, ശരിയാണ്. എന്നാൽ നമ്മുടെ പാവങ്ങളെ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിച്ച് അവൻ നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്ത് അവൻ്റെ രക്തത്താൽ നമ്മൾ വീണ്ടെടുത്തിരിക്കുമ്പോൾ ആ വീണ്ടെടുത്തിരിക്കുന്ന ജീവിതം ദൈവത്തിൻ്റെ ഇഷ്ടപ്രകാരം, ദൈവത്തിൻ്റെ വചനപ്രകാരം ഈ ഭൂമിയിൽ ജീവിതത്തെ ക്രമപ്പെടുത്തുവാനായിട്ട് ദൈവം ആഗ്രഹിക്കുന്നു. ദൈവം ഓരോരുത്തർക്കും അവരവരുടെ പ്രവൃത്തികളെക്കുറിച്ച് പ്രതിഫലം കൊടുക്കുന്നവനെ നിങ്ങൾ
പിതാവ് എന്ന് വിളിക്കുന്നുവെങ്കിൽ നിങ്ങളുടെ പ്രവാസകാലം ഭയത്തോടെ കഴിപ്പിനെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് നമ്മൾ പ്രവർത്തിക്കുന്ന നല്ലതെങ്കിലും തീയതെങ്കിലും അതിന് തക്കതായി നമ്മൾ പ്രാപിക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ദൈവികമായിട്ടുള്ള വിശുദ്ധ അവസ്ഥയിലേക്ക് വരുമ്പോൾ, സ്വർഗരാജ്യത്തിൻ്റെ അവസ്ഥയിലേക്ക് വരുമ്പോൾ, ഓരോ അശുദ്ധനായിരിക്കുന്ന വ്യക്തിക്കും ദൈവസന്നിധിയിൽ ചെല്ലുവാനായിട്ട് സാധിക്കത്തില്ല. ഈ ലോകത്തിൽ ഒരു പക്ഷേ മറ്റുള്ളവരാരും നമ്മുടെ പാവങ്ങളോ അല്ലെങ്കിൽ നമ്മുടെ പ്രയാസങ്ങളൊന്നും കാണുന്നില്ല. മറ്റുള്ള എല്ലാവരുടെയും മുമ്പിൽ നമ്മൾ മറ്റുള്ള നല്ലവരായിരിക്കാം. എന്നാൽ ദൈവം ഹൃദയത്തിൻ്റെ ഉൾപ്പുകളെ ആരായുന്നവൻ, ഹൃദയത്തിൻ്റെ വിചാരങ്ങളെ അറിയുന്നവൻ, ഹൃദയവിചാരങ്ങളെ അറിയാത്തവൻ്റെ മുമ്പിലല്ല അറിയുന്നവൻ്റെ മുമ്പിലാണ് നമ്മൾ നിൽക്കുന്നതെന്നുള്ള ഒരു വിശ്വാസം നമുക്ക് വേണം. അതനുസരിച്ച് ഈ ദൈവത്തിൻ്റെ വചനപ്രകാരം നമ്മുടെ ജീവിതത്തെ ക്രമപ്പെടുത്തുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് സഹായിക്കും. അതാണ് പലപ്പോഴും പല ആളുകളും വിചാരിച്ചുകൊണ്ടിരിക്കുന്നത്, ഈ ദ്രവത്വമായത് അദ്രവത്വത്തെയും ഈ മർത്യമായത് അമർത്യത്തെയും ധരിക്കുന്നത്, മരണം നീങ്ങി ജയം വന്നിരിക്കുന്ന തിരുവെഴുത്ത് നിവൃത്തിയാകുന്നത് ഒരു മരിക്കുമ്പോഴാണ്, അല്ലെങ്കിൽ അവൻ മരിച്ചു വേറെ അവൻ്റെ ആത്മാവ് മാറുമ്പോഴാണെന്നല്ല. എന്നാൽ അങ്ങനെയല്ല, യേശു ക്രിസ്തുവിനെ ധരിക്കുമ്പോഴാണ് അവൻ ഹല്ലേലൂയ ആ തിരുവെഴുത്ത് ഒരു വ്യക്തിയിൽ പൂർത്തിയാകുന്നത്. അതാണ് ഗലാത്യയിൽ പൗലോസ് പറയുക, നിങ്ങൾ യേശു ക്രിസ്തുവിനെ ധരിച്ചിരിക്കുന്നവരായിരിക്കുന്നു. അപ്പോൾ യേശു ക്രിസ്തുവിനെ, അതാണ് ദൈവത്തിൻ്റെ ആത്മാവ്, ഈ ദ്രവത്വമായത് അദ്രവത്വത്തെയും ഈ മർത്യമായത് അമർത്യത്തെയും ധരിച്ച് മരണം നീങ്ങി ജയം വന്ന തിരുവെഴുത്ത് ഒരു മനുഷ്യൽ നിവൃത്തിയാകുന്നത് അവൻ മരിക്കുമ്പോഴല്ല, അവൻ യേശു ക്രിസ്തുവിനെ സ്വന്തം ധരിക്കുമ്പോഴാണ്. യേശു ക്രിസ്തുവിനെ സ്വന്തം രക്ഷിതാവായി സ്വീകരിച്ച് അവൻ്റെ വചനപ്രകാരം ജീവിക്കുമ്പോഴാണ്. അങ്ങനെ അവൻ്റെ വചനപ്രകാരം ജീവിപ്പാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മൾ ഓരോരുത്തരെയും സഹായിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളെ അവസാനിപ്പിക്കുന്നു. ദൈവത്തിൻ്റെ അതിവിശുദ്ധമായ നാമത്തിൽ ആമേൻ.